രാഷ്ട്രീയമായിട്ടൊന്നുമില്ല. മൊത്തത്തില് രാഷ്ട്രീയമായുള്ള നമ്മളെ ചില നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ ഒരു സ്വീകരിക്കാൻ വന്നതാണ്. പാർട്ടി ശക്തിപ്പെടുത്തണം, അതിനാവശ്യമായ നിലക്കുള്ള പ്രവർത്തനം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു. അത്രമാണ്. ഇല്ലാന്നും പറഞ്ഞു. നിലമ്പൂർ വിഷയമൊന്നും ചർച്ച ചെയ്തിട്ടില്ല. കോൺഗ്രസിനെ പറ്റി ചർച്ച ചെയ്തു, അത്ര മാത്രം. അല്ല, കോൺഗ്രസ് ഉഷാറാക്കണം, അതാണ് അയാള്, അതിനുള്ള അയാൾ പ്രസിഡന്റ് ആയിക്കുന്നത്. അല്ല, നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ പാർട്ടി ശക്തിപ്പെടുത്തണ്ടേ, അടിത്തറ ഒക്കെ ശരിപ്പെടുത്തണം, ഒക്കെ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. നിർദ്ദേശം മാത്രമല്ല, ആശീർവാദം കൂടി ആവശ്യപ്പെട്ട് വന്നതാണ്. അതൊന്നും ഇപ്പൊ നമ്മളോട് ചർച്ച ചെയ്യണ്ട. അത് മുന്നണി നേതാക്കന്മാരുണ്ടല്ലോ, ഓരോ മുന്നണിയിലും ആ മുന്നണിന്റെ നേതാക്കന്മാരും അതിനോട് ബന്ധപ്പെട്ടവരുള്ള ആ ചർച്ചകളൊക്കെ ചെയ്യേണ്ടത്. ഞാനെന്തായാലും എനിക്കത് പൊന്നൂക്കിനോടത്ത് പൂച്ചക്ക് എന്താന്ന് ചോദിച്ചാൽ അല്ല, ഇവിടുത്തെ പിന്നെ മതേതര മറ്റ് ന്യൂനപക്ഷ അവകാശങ്ങൾ ഇതൊക്കെ സംരക്ഷിച്ചു പോകണം. എല്ലാ പാർട്ടികളും അങ്ങനെ പോകണം എന്നാണല്ലോ, കോൺഗ്രസ് മാത്രമല്ല. അല്ല, അതിപ്പോ ഞാനതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. അത് അവരെ ഓരോരുത്തരും അവരവർക്ക് ജയിക്കാനുള്ള നിൽക്കുന്ന ആളുകളൊക്കെ എല്ലാവരും കൂട്ടുമല്ലോ. അത് അവരോടാണ് ചോദിക്കേണ്ടത്, എന്നോടൊപ്പം ചോദിക്കുന്നത്. ഞങ്ങൾ അതല്ല, അത് പിന്നെ അങ്ങനെ നമ്മളിപ്പോ അവരെ ഏത് മുന്നണിന്റെ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാവും, അതനുസരിച്ച് അവർക്ക് കൂട്ടാൻ പറ്റുന്നതിലൊക്കെ കൂട്ടാലോ. ഇപ്പൊ നമ്മളതിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് നമ്മളെ ഒരു മേഖലയല്ല അത്. ഞങ്ങളെന്തിന് മറ്റവരെ കൂട്ടിയിട്ട് ഇവരെ കൂട്ടി, ഇപ്പൊ LDF ഏതെങ്കിലും ഒരു പാർട്ടിയെ കൂട്ടി, അവരെന്തിന് നിങ്ങൾ കൂട്ടി നമുക്ക് ചോദിക്കാൻ പറ്റും? ചോദിച്ചാൽ പറയില്ല, നിങ്ങളെന്തിനാ ചോദിക്കാൻ വന്നതെന്ന് പറയും. പിന്നെ UDF ഒരു പാർട്ടിനെ കൂട്ടി, അത് നമുക്ക് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന സംഘടനകളിലേക്ക് ഇത്തരം സംഘടനകളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിന് എങ്ങനെയാണ്? അല്ലാതെ അവരോട് ചോദിക്കണം, ആ കൂട്ടിയവരോട്. നിങ്ങൾ ഇവിടെ കേരളത്തില് നല്ല രാഷ്ട്രീയക്കാരായ വലിയ നേതാക്കന്മാരില്ലേ രണ്ട് വിഭാഗത്തും. അപ്പൊ അവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ അവരോടാണ് അതിന് ചോദിച്ചത് മറുപടിയും പിന്നെ ചോദ്യവും മറുപടിയും ഒക്കെ നമ്മളോടല്ല. മുന്നണിയിൽ ഭാഗമാക്കുന്നതിനെ സംബന്ധിച്ച് നമ്മളതിൽ ഇടപെടില്ല. ഞങ്ങൾക്ക് ആശയപരമായിട്ടല്ലേ അത്, ആശയപരമായിട്ട് അത് ഞങ്ങൾ നിലപാട് നിങ്ങൾക്ക് അറിയാലോ. അത് രാഷ്ട്രീയപരമായിട്ടല്ല, ആശയപരമായിട്ട്. അവർ പറയുന്നത് ഈ മതരാഷ്ട്രവാദമായിരുന്നു പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ ആരോപണം. അത് പിന്നെ ഉപേക്ഷിച്ചു ജമാഅത്ത് ഇസ്ലാമി എന്നാണ് ചില രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. അവർക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ അവരോട് ചോദിക്കാം. ഇങ്ങനെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞവരോടും പിന്നെ ജമാഅത്ത് ഇസ്ലാമിക്ക് നേതാക്കന്മാരുണ്ടല്ലോ, അവരോട് ചോദിക്കാലോ. വിലയിരുത്തുന്നുണ്ടോ ആ സംഘടന? അത്തരം ഞങ്ങളതിനെ വിലയിരുത്തേണ്ട ആവശ്യം വന്നിട്ടില്ലല്ലോ. ഇതും ഞാൻ പറഞ്ഞില്ല, ചോദ്യം ഇത് ഞങ്ങളോടല്ല ചോദിക്കണം, അവരോട് ചോദിക്കുക. അവരോടാണ് ഞാൻ മറുപടി. അല്ല, അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞോളി. ഞാൻ ഇന്നോടല്ല ചോദിക്കേണ്ടതെന്ന് അറിയാം. അല്ല, നമ്മളെ ഇതില് പൊതുസമൂഹം തെറ്റിദ്ധരിക്കും. കാരണം ജമാഅത്ത് ഇസ്ലാമിനൊക്കെ മുസ്ലിം സംഘടനകൾ ഒരു കയ്യേലത്തിൽ മാറ്റി നിർത്തിയിരുന്നായിരുന്നു, കാരണം തീവ്രവാദ അല്ലെങ്കിൽ അത്ര ആരോപണങ്ങൾ വരുന്നതുകൊണ്ട്. പക്ഷെ ഇത് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് പൊതു മുസ്ലിം സമൂഹം അവർക്ക് അല്ല, അതന്നെ. അത് നിങ്ങൾ ഇതിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കട്ടെ, ഇനി മേൽ സർട്ടിഫിക്കറ്റ് കൊടുക്കട്ടെ, ഏത് സർട്ടിഫിക്കറ്റ് കൊടുത്താലും അതൊക്കെ കൊടുത്തവരോട് അതിനെപ്പറ്റി ചോദിക്കുക, അതിനെ എതിർക്കണവരോടും ചോദിക്കുക. രാഷ്ട്രീയമായുള്ള എതിർപ്പുകളാണപ്പം നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അവരോട് ചോദിക്കാം.